നമ്മൾ ജ്യൂസ് റെഡി. സൂപ്പർ. ഇന്നൊരു ജ്യൂസ് ഉണ്ടാക്കാൻ 2 ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓറഞ്ചാണ് കേട്ടോ, മുസമ്പി എന്താ പറയുക, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കി പുതിനയാണ്, നല്ല വാസന ഉണ്ട്. ഇത് വെച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇത് തോലൊന്ന് ചീവിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ബീറ്റ്റൂട്ട് ചെറുതാക്കി നുറുക്കണം. ബീറ്റ്റൂട്ടിൽ അയൺ അധികമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വിറ്റാമിൻ സിയും കലർന്നാലാണ് പിന്നെ നമ്മൾ ഈ ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ അതിന് ലെമൺ ഉപയോഗിച്ചാൽ മതി. വിറ്റാമിൻ സി അധികം കലർന്നത്, വിറ്റാമിൻ സി അധികം കലർന്നത് നമ്മൾ ഓറഞ്ച്, ലെമൺ ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഈ ഓറഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുതിനായും നല്ലൊരു മണം കൊടുക്കും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ ഇത് 3 കൂടിയും ചേർന്ന് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. അപ്പം ഇനി ഒരു മിക്സി ജാർ എടുത്തിട്ട് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ബീറ്റ്റൂട്ട്, പിന്നെ തോലിച്ച ഓറഞ്ച്, പിന്നെ നമ്മൾ ഫ്രഷ് പുതിന, പിന്നെ നമുക്ക് മധുരത്തിന് കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് വരാം. എല്ലാം മിക്സിയിൽ അടിച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. പഞ്ചസാര ചേർത്തത് ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ചിങ്ങനെ ചേർത്തത്. പക്ഷെ അത് വലിയ ഹെൽത്തി അല്ല. പിന്നെ ടേസ്റ്റിന് പിന്നെ കുറച്ച് ഐസും കട്ടി ഇടുന്നു. കുടിക്കാൻ പിന്നെ ആ ബീറ്റ്റൂട്ടിൻ്റെ പച്ച ചായ ഒന്നും ഉണ്ടാവില്ല. ഇല്ലാതെ ഇത് കുടിക്കാൻ കഴിയും. കുട്ടികൾക്കൊക്കെ ഇതേമാതിരി ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും. അങ്ങനെ നമ്മൾ ജ്യൂസ് റെഡി. സൂപ്പർ.